നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വണ്ടൂരിൽ മുമ്പ് ജോലി ചെയ്ത ബേക്കറിയിൽ 2 തവണ മോഷണം നടത്തിയ യുവാവ് അവസാനം പിടിയിലായി. ചെറുകോട് സ്വദേശി മങ്കടയിൽ വീട്ടിൽ നിഖിൽ കുമാറാണ് പിടിയിലായത്. കാളികാവ് ചോക്കാട് 40 സെന്റിൽ കാട്ടാനക്കൂട്ടം ഒരു രാത്രി മുഴുവൻ ആദിവാസി കുടുംബങ്ങളെ ഭീതിയിലാക്കി. രാത്രി ഇരച്ചെത്തിയ കാട്ടാനകൾ കമുങ്ങ്, വാഴ എന്നീ കൃഷികൾ നശിപ്പിച്ചു. ചക്കയുടെ മണം പിടിച്ചെത്തുന്ന ആനക്കൂട്ടത്തിന് മുന്നിൽ നിസ്സഹായരായിരിക്കുകയാണ് വീട്ടുകാർ. വയോമിത്രം പദ്ധതിയുടെ കീഴിൽ നഗരസഭകളുടെ മേൽനോട്ടത്തിൽ നിശ്ചിത വാർഡുതലങ്ങൾ കേന്ദ്രീകരിച്ച് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകി വരുന്ന സൗജന്യ മരുന്ന് വിതരണം താളം തെറ്റുന്നു. മരുന്ന് വിതരണം നിലച്ചത് പ്രമേഹ രോഗികളെ കടുത്ത പ്രയാസത്തിലാക്കി. 2 മാസത്തിലേറെയായി ഇൻസുലിൻ ലഭിക്കുന്നില്ലെന്ന് മുതിർന്ന പൗരന്മാർ പരാതിപ്പെടുന്നു. മാലിന്യ നിക്ഷേപകരെ തടയാൻ നഗരസഭ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പൊന്നാനി മുറിഞ്ഞഴി 45-ാം വാർഡിലെ നിരീക്ഷണ ക്യാമറയാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച CCTV ക്യാമറയാണ് നശിപ്പിച്ചത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കാറായിട്ടും ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനാവാതെ മത്സ്യത്തൊഴിലാളികൾ. അറ്റകുറ്റപ്പണികൾക്കുള്ള പണം പോലും കണ്ടെത്താനാവാതെ ദുരിതത്തിലാണ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ. പാതി വഴിയിൽ ഓട്ടം നിർത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി കർശനമാക്കുന്നു. ഗുരുവായൂർ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് പതിവായതോടെയാണ് ഇവർക്ക് പൂട്ടിടാൻ മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത്. തായ് ഗോൾഡ് എന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. മലപ്പുറം വേങ്ങര കുറ്റൂർ സ്വദേശി കിഴക്കേപ്പുറത്ത് സെയ്ദ് ഹുസൈൻ കോയയാണ് പിടിയിലായത്. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 6 ആയി. ഓടുന്ന തീവണ്ടിക്ക് നേരെ ഇഷ്ടികയെറിഞ്ഞ സംഭവം സംബന്ധിച്ച അന്വേഷണം RPF ഊർജിതമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ഷൊർണൂർ RPF CI ക്ലാരി വത്സയുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ച രാവിലെ കുറ്റിപ്പുറത്തെത്തി. ബഷീർ ദിനത്തിൽ നാടകമേളയൊരുക്കി മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാ ഹൈസ്കൂൾ ക്ലാസ്സിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബഷീർ കൃതികളുടെ നാടകാവിഷ്കാരം നടത്തി സ്കൂളിന്റെ ആഘോഷമാക്കി മാറ്റി. PTA പ്രസിഡന്റ് യൂസുഫ് മേച്ചേരി നാടകമേള ഉദ്ഘാടനം ചെയ്തു. ബഷീർ ദിനത്തിന്റെ ഭാഗമായി GLP സ്കൂൾ പുൽപ്പറ്റയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ K ചിന്നക്കുട്ടൻ മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.